കുര്യൻ പുളിയേരലിനെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. Good morning, everybody. Catholicate is the symbol of apostolicity, autocephaly, antiquity, authority, and aura. അപ്പോസ്തോലിക പിന്തുടർച്ചയുടെയും സ്വയം ശീർഷകത്വത്തിൻ്റെയും പൗരാണികതയുടെയും തേജോവലയത്തിൻ്റെയും അധികാരത്തിൻ്റെയും പ്രതീകമാണ് കാതോലിക്കേറ്റ്. ഈ കാതോലിക്കേറ്റ് ദിനാഘോഷ പരിപാടികളിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. We offer thousands of praises to Almighty for having bestowed upon us all the blessings. We remember with deep gratitude late His Highness Sheikh Rashid bin Saeed Al Maktoum for the magnanimous gift of the plot of land where we stand now. We reiterate our loyalty and allegiance to His Highness Sheikh Mohammed bin Saeed Al Nahyan, President of the UAE, His Highness Sheikh Mohammed bin Rashid Al Maktoum, Vice President and Prime Minister of UAE and ruler of Dubai, and all the ruling family members. നസ്രാണി സമുദായത്തെ കാലാകാലങ്ങളിൽ മേയിച്ച് ഭരിച്ച് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ മലങ്കര മൂപ്പന്മാരെയും മർക്കതി അക്കന്മാരെയും 9 മാർത്തോമാ മെത്രാന്മാരെയും പിന്നീട് വന്ന മലങ്കര മെത്രാപ്പൊലീത്തമാരെയും പരിശുദ്ധ കാതോലിക്ക ബാവാമാരെയും എല്ലാ മേലധ്യക്ഷന്മാരെയും പിതാക്കന്മാരെയും സമുദായത്തിലെ വീരസിംഹങ്ങളായി വിരാജിച്ച് മൺമറഞ്ഞ വൈദിക ആത്മായ നേതാക്കന്മാരെയും സ്മരിച്ചുകൊണ്ടും പ്രണാമമർപ്പിച്ചുകൊണ്ടും പരിശുദ്ധ ദൈവമാതാവിൻ്റെയും കാവൽപിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും പരിശുദ്ധ പരിമല തിരുമേനയുടെയും കാതോലിക്കേറ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനയുടെയും മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് നമുക്ക് ചടങ്ങുകൾ ആരംഭിക്കാം. May I request Advocate Paul George Potheril to deliver the welcome address. UAE സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ സജീവ സാന്നിധ്യമായി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള യുവ നേതാവാണ് അഡ്വക്കേറ്റ് പോൾ ജോർജ് പോത്തേരിൽ. ഇടവകയുടെ ഓണററി സെക്രട്ടറി അഡ്വക്കേറ്റ് പോളിനെ സ്വാഗത പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുകയാണ്. ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്യനായ എം ഒ ജോണച്ച, വന്യരായ വൈദിക ശ്രേഷ്ഠരെ, മലങ്കര സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗം ശ്രീ കെ വി തോമസ്, ഭദ്രാസന കൗൺസിൽ അംഗം ശ്രീ മനോജ് ഡാനിയൽ, ഈ ഇടവകയുടെ ട്രസ്റ്റി ശ്രീ പി എ എബ്രഹാം, ജോയിൻറ്റ് ട്രസ്റ്റി ശ്രീ സിജി വർഗീസ്, ജോയിൻറ്റ് സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ മനോജ് തോമസ്, കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും കാതോലിക്ക ദിനത്തിൻ്റെ ഊഷ്മളമായ ആശംസകൾ നേരുകയാണ്. കാതോലിക്കേറ്റ് അത് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമാണ്. കാതോലിക്കേറ്റ് അത് സ്വയം ശീർഷകത്തിൻ്റെ പ്രതീകമാണ്. കാതോലിക്കേറ്റ് അത് മലങ്കര നസ്രാണിയുടെ പൗരുഷത്തിൻ്റെ പ്രതീകമാണ്. ഈ പുണ്യമായ ദിനത്തിൽ നിങ്ങൾക്കേവർക്കും ആശംസകൾ നേരുവാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ സഭയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത പൂർവ്വസൂരികളായ പിതാക്കന്മാരെ നമുക്ക് ഈ അവസരം സ്മരിക്കാം. മലങ്കര സഭയെ നീ ഭാഗ്യവതി. ഈ ജനസഞ്ചയത്തെ നോക്കി അത് ആവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് 2 കാരണമുണ്ട്. ഒന്ന്, മഹാമനസ്കരായ ഭരണാധികാരികൾ ദാനമായി നൽകിയ ഈ മണ്ണിൽ നിന്നുകൊണ്ട് മലങ്കര സഭയുടെ പരിച്ഛേദമെന്ന് വിശേഷിപ്പിക്കാവുന്ന, മലങ്കര സഭയിലെ ഏതാണ്ട് എല്ലാ ദേവാലയങ്ങളിലെ അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന, ഒരുപക്ഷെ മലങ്കര സഭയിൽ നിന്ന് കാതോലിക്ക ദിനം ആഘോഷിക്കുമ്പോൾ ഇത്രയും വലിയ ജനസഞ്ചയം സംബന്ധിക്കുന്ന ഒരു കാതോലിക്ക ദിനാഘോഷം മലങ്കര സഭയിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കുന്നു. അങ്ങനെ ഓർക്കുമ്പോൾ മലങ്കര സഭയെ നീ ഭാഗ്യവതി എന്ന ആ പ്രസ്താവന ഞാൻ ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. മഹാമനസ്കരായ നമ്മുടെ പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനിയും അതുപോലെ സഭയ്ക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത ഈ സഭ ഈ രൂപത്തിൽ രൂപപ്പെടുത്തുവാൻ വേണ്ടി പ്രയത്നിച്ച ആത്മായ നേതാക്കന്മാരെയും എല്ലാം ഈ അവസരത്തിൽ സ്മരിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്.
വ്യവഹാരങ്ങളില്ലാത്ത ഒരൊറ്റ സഭയായി കാണുവാനുള്ള ആഗ്രഹം, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ ഹ്രസ്വമായ ഒരു സമ്മേളനമാണ്. പ്രൗഢഗംഭീരമായ ഈ സമ്മേളനം വളരെ ചുരുങ്ങിയ സമയത്ത് അവസാനിപ്പിക്കേണ്ടതുകൊണ്ട് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ഞാൻ വിനിയോഗിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് നമ്മുടെ എല്ലാം അഭിമാനമായ മലങ്കര സഭയുടെ ചരിത്രത്തിലെ അവസാന വാക്കെന്ന് വിശേഷിപ്പിക്കാവുന്ന അധ്യാപകരുടെ അധ്യാപകൻ, ഗുരുതുല്യനായ ആദരണീയനായ സഭയുടെ മുൻ വൈദിക ട്രസ്റ്റി വന്യനായ ഡോക്ടർ എം.ഒ. ജോണച്ചനാണ്. എം.ഒ. ജോണച്ചനെ ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുന്ന വഴി ഈ സമ്മേളനത്തിൽ സംബന്ധിക്കാമെന്ന് സമ്മതിച്ച് ഇന്നലെ തന്നെ വളരെ ദീർഘദൂരം യാത്ര ചെയ്ത് ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന വന്യനായ എം.ഒ. ജോണച്ചനെ ദുബായിലെ മലങ്കര സഭാ മക്കളുടെ ഊഷ്മളമായ സ്വാഗതം നേരുന്നു. ബഹുമാനപ്പെട്ട എം.ഒ. ജോണച്ചന് ബൊക്കെ നൽകി അദ്ദേഹത്തെ ആദരിക്കുന്നത് ഇടവകയുടെ ജോയിന്റ് ട്രസ്റ്റി ബഹുമാന്യനായ സിജി വർഗീസ്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ വികാരി ബഹുമാനപ്പെട്ട അജു എബ്രഹാം അച്ഛനാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മുടെ വികാരിയായിരുന്ന നമ്മുടെ എല്ലാ ആത്മീയ ആവശ്യങ്ങൾക്കും നേതൃത്വം നൽകുന്ന പ്രിയങ്കരനായ അജു എബ്രഹാം അച്ഛനെ ഈ സമ്മേളനത്തിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്തു. കഴിഞ്ഞ 3 വർഷക്കാലം നമ്മുടെ സഹവികാരിയായി പ്രവർത്തിച്ച നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ജാക്സൺ മാത്യു ജോണച്ചൻ, പ്രിയപ്പെട്ട ജാക്സൺ ജോണച്ചനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഇടവകയുടെ അഭിമാനമായ മലങ്കര സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗം, തോംസൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ പ്രിയങ്കരനായ ശ്രീ KV തോമസ് അങ്കിളിനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ട നേതൃത്വം നൽകുന്ന നമ്മുടെ ഇടവകയുടെ ട്രസ്റ്റി പ്രിയങ്കരനായ ശ്രീ PA എബ്രഹാമിനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന ഇടവകയുടെ ജോയിന്റ് ട്രസ്റ്റി പ്രിയങ്കരനായ സിജി വർഗീസിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇടവകയുടെ ജോയിന്റ് സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ മനോജ് തോമസിനെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഡൽഹി ഭദ്രാസന കൗൺസിൽ അംഗം ശ്രീ മനോജ് ഡാനിയൽ തോമസ് ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നു. നമ്മുടെ ഇടവകയുടെ അംഗമാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. പ്രിയപ്പെട്ട എബി കുര്യൻ അച്ഛൻ, ഇവിടെ നേരത്തെ നമ്മുടെ അജു അച്ഛൻ സൂചിപ്പിച്ചതുപോലെ കഷ്ടാനുഭവ ആഴ്ച ശുശ്രൂഷകളിൽ നമ്മളെ സഹായിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട എബി കുര്യൻ അച്ഛനാണ്. വളരെ കുറഞ്ഞ ദിവസങ്ങൾ ആയിട്ടുള്ളൂ അച്ഛൻ നമ്മുടെ കൂടെ ആയിട്ട്. ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് കീഴടക്കിയ പ്രിയങ്കരനായ എബി കുര്യൻ അച്ഛൻ മലബാർ ഭദ്രാസനത്തിൽ നമ്മുടെ കാലം ചെയ്ത നമ്മുടെ ദിദിമോസ് തിരുമേനിയുടെ സെക്രട്ടറി ആയിട്ടൊക്കെ പ്രവർത്തിച്ച നിങ്ങൾ പലർക്കും പരിചയമുള്ള പ്രിയപ്പെട്ട എബി കുര്യൻ അച്ഛനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട റോജൻ ഗീവർഗീസ് അച്ഛൻ നമ്മുടെ OVBSന്റെ മുഖ്യ നടത്തിപ്പിനായി നമ്മുടെ ദേവാലയത്തിലെത്തിയതാണ്. ഔട്ട്സൈഡ് കേരള റീജിയൻ സൺഡേ സ്കൂളിൻ്റെ CEO ആയി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട റോജൻ അച്ഛനെ വളരെ ഊഷ്മളമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ഉമ്മൻ മാത്യു അച്ഛൻ നമ്മുടെ തന്നെ ഭാഗമാണ്, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനാണ്. ജബലലി സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരിയായിരിക്കുന്ന പ്രിയപ്പെട്ട ജോർജി അച്ഛനെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ സമ്മേളനത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അഡ്വക്കേറ്റ് പോൾ ഫോർ ദ സ്ട്രൈക്കിംഗ് വേർഡ്സ്. മലങ്കര സഭയിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ദേവാലയത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന വൈദിക ശ്രേഷ്ഠൻ. 3500 ഇടവകകളുണ്ടെങ്കിലും ഓരോരുത്തരുടെയും ഹൃദയസ്പന്ദനം പോലും തിരിച്ചറിയുവാൻ കഴിയുന്ന ഇടയൻ വികാരി ബഹുമാനപ്പെട്ട അജു എബ്രഹാം അച്ഛൻ. അദ്ദേഹമാണ് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത്. അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടട്ടെ. ഏറ്റവും ബഹുമാന്യനായ ഫാദർ ഡോക്ടർ എം.ഒ. ജോണച്ചൻ, വന്ധ്യരായ വൈദിക സഹോദരങ്ങളെ, കത്തീഡ്രൽ ഇടവകയുടെ ഓഫീസ് ബീറേഴ്സ്, സഭാ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, ഭദ്രാസന കൗൺസിൽ അംഗം, ഭദ്രാസന അസംബ്ലി മെമ്പേഴ്സ്,
മലങ്കര അസോസിയേഷൻ്റെ മെമ്പേഴ്സ്, ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ ഏവരുമേ, പരിശുദ്ധ സഭയുടെ സഭാദിനമായിട്ട് നാം ആചരിക്കുന്ന ഈ ദിവസത്തിൽ നമ്മുടെ കർത്താവ് തൻ്റെ രക്തമൂറ്റി തൻ്റെ പരിശുദ്ധ സഭയ്ക്ക് നൽകിക്കൊണ്ട് സഭയെ സ്ഥാപിക്കുകയും കർത്താവിൻ്റെ വിലാവിൽ കൈവച്ച് നോക്കി അവിടെ നിന്ന് ശക്തി ആർജിച്ച പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹ ആ സുവിശേഷത്തിൻ്റെ ദീപം നമ്മുടെ ദേശത്ത് എത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായി തലമുറ കൈമാറി ആ സത്യവിശ്വാസത്തെ, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന ആ സത്യവിശ്വാസത്തെ തലമുറ കൈമാറി എവിടെയെല്ലാം നാം പോയിട്ടുണ്ടോ ആ പോയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്കേ അറ്റത്ത് നിന്ന് ആരംഭിച്ച മലങ്കര നസ്രാണി പൈതൃകം, മലങ്കര സഭയുടെ മക്കൾ എവിടെയൊക്കെ പോയിട്ടുണ്ടോ ആ പോയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ സ്ഥാപനങ്ങളായി സാക്ഷ്യമുള്ള ക്രിസ്തീയ ജീവിതമായി തലമുറയായി കൈമാറി ഇന്ന് നമ്മുടെ തലമുറയിൽ, നമ്മുടെ കൈകളിൽ എത്തിയിരിക്കുകയാണ്. പരിശുദ്ധമായ സഭയുടെ സഭാദിനം ആചരിക്കുന്ന ഈ സമയത്ത് ഈ സഭയുടെ മക്കളായിരിക്കുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ശ്രേഷ്ഠമായ വിശ്വാസത്തെ ഓർത്ത്, പാരമ്പര്യത്തെ ഓർത്ത്, അതിൻ്റെ ആരാധനകളെ ഓർത്ത്, ജീവിത ശൈലിയെ ഓർത്ത്, അതിന് നൽകിയിട്ടുള്ള നല്ല നേതൃത്വങ്ങളെ ഓർത്ത് നമുക്ക് അഭിമാനിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഈ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുവാൻ തക്കവണ്ണമായിട്ട് നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് തീരുമാനമെടുത്തുകൊണ്ട് ഈ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുവാൻ തക്കവണ്ണമായിട്ട് ഈ ദിവസത്തിൽ പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിക്കാം. കാലചക്രം തിരിയുമ്പോൾ മറ്റേതൊരു അപ്പോസ്തോലിക സഭയും, എല്ലാ അപ്പോസ്തോലിക സഭകളും ഇന്ന് എത്രത്തോളം കോടിക്കണക്കിന് അംഗസംഖ്യയുണ്ട സഭകളായിരുന്നാലും ഓർത്തോണം, ഒരു അപ്പോസ്തോലിൽ നിന്ന് തുടങ്ങിയതാണ്. അവരവരുടെ ദേശത്ത് സുവിശേഷം പറഞ്ഞു ചെന്ന കർത്താവിൻ്റെ അപ്പോസ്തോലന്മാരിൽ നിന്നും സഹദേന്മാരിൽ നിന്നും അറിയിപ്പുകാരിൽ നിന്നുമൊക്കെയുമായി ചെറുതായി ആരംഭിച്ച സഭകൾ കാലചക്രം തിരിഞ്ഞപ്പോൾ അതിനൊക്കെയും ഇന്ന് കാണുന്ന അസ്തിത്വവും അതിന് കാണുന്ന സംവിധാനങ്ങളും രൂപപ്പെട്ട് എസ്റ്റാബ്ലിഷ്ഡായിട്ട് മാറി. മലങ്കര സഭയും പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായിൽ നിന്ന് സുവിശേഷത്തിൻ്റെ ദീപവും പൗരോഹിത്യവും സ്വീകരിച്ചിട്ട് കാലത്തിൻ്റെ പൂർണ്ണതകളിലേക്ക് വന്നപ്പോൾ അസ്തിത്വമുള്ളതും സ്വയം ശീർഷകത്വമുള്ളതും തദ്ദേശീയമായ നേതൃത്വമുള്ളതുമായിരിക്കുന്ന ഒരു അനുഗ്രഹീത സഭയായിട്ട് പൂർണ്ണതപ്പെട്ട് വരികയാണ്. എല്ലാ കാലഘട്ടങ്ങളിലും സഭ വളർന്നു വന്നപ്പോൾ അതിന് പ്രതിസന്ധികളുണ്ടായിരുന്നു. പഴയ കാലത്തും ഉണ്ടായിരുന്നു, അതിൽ ചില പ്രതിസന്ധികളൊക്കെ ഈ കാലഘട്ടത്തിലുമുണ്ട്. പക്ഷേ സഭയെ നയിക്കുന്ന സഭയുടെ നാഥൻ ക്രിസ്തുവാകയാൽ അവൻ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം കണ്ടുകൊണ്ട് കാലാകാലങ്ങളിൽ പരിശുദ്ധ സഭയെ നയിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പരിശുദ്ധ സഭ ഒരു കാറ്റിലും ഒരു കോളിലും ഒരുവിധമായിരിക്കുന്ന പ്രതിസന്ധികളിലും തകർന്നു പോകാതെ ഇവയുടെയൊക്കെ മീതെ കൂടെ കാലത്തെ അതിജീവിച്ചുകൊണ്ട് സത്യത്തിൻ്റെ മാർഗത്തിൽ കൂടെ സഞ്ചരിക്കുകയാണ്. നാം ജീവിക്കുന്ന കാലഘട്ടത്തിലും പ്രതിസന്ധികളിലൂടെ സഭ കടന്നു പോകുന്നുണ്ട്. സഭയ്ക്ക് സഭയുടേതായ നിലപാടുകളും അതിൻ്റെ അസ്തിത്വത്തെ സംരക്ഷിക്കുന്നതിനും അതിൻ്റെ സ്വയം ശീർഷകത്തെയും അതിൻ്റെ ദേശീയ സ്വഭാവത്തെയും ഒക്കെ പരിരക്ഷിക്കുന്നതിൽ ചലഞ്ചസ് നേരിടുന്നതായ ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകത്തിൻ്റെ പിൻപിൽ അണിനിരന്നുകൊണ്ട് ഈ പരിശുദ്ധ സഭയ്ക്ക് പിന്തുണ നൽകാം, പ്രാർത്ഥനകൾ നൽകാം. നമ്മുടെ തന്നെ ജീവിതം ഈ പരിശുദ്ധ സഭയ്ക്ക് നൽകി ഈ ദിവസത്തെ ഏറ്റവും അർത്ഥപൂർണ്ണമാക്കി തീർക്കുവാൻ തക്കവണ്ണം കഴിയട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. സഭാദിനത്തിൻ്റെ എല്ലാ ഭാവുകങ്ങളും നന്മകളും അനുഗ്രഹങ്ങളും പ്രിയപ്പെട്ട എല്ലാവർക്കുമായിട്ട് നേരുകയും പരിശുദ്ധ സഭയോടും അതിൻ്റെ പിതാക്കന്മാരോടും ഈ പരിശുദ്ധ സഭയുടെ എല്ലാ സംവിധാനങ്ങളോടുമുള്ള ഭക്തിയും അതിനോടുള്ള വിധേയത്വവും പ്രഖ്യാപിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. Thank you, respected Achan, for the spectacular address. May I now call upon Ms. Tanya Grace Girish to speak on the occasion. കഴിഞ്ഞ 2000 വർഷങ്ങൾക്കിടയിൽ അനേകം വൈതരണികളെയും പീഠകളെയും പിളർപ്പുകളെയും അതിജീവിച്ച് അഗ്നിയിൽ ഊതിക്കഴിച്ചെടുത്ത സത്യവിശ്വാസവും അനുപമമായ ശ്ലൈഹിക പൈതൃകവും ശ്രേഷ്ഠ പാരമ്പര്യങ്ങളും അണുവിട വ്യത്യാസമില്ലാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ തലമുറ കൈമാറി പരിരക്ഷിക്കുന്നു എന്നത് സന്തോഷകരമാണ്. പുതുപുത്തൻ തലമുറയെ പ്രതിനിധാനം ചെയ്ത് ഒട്ടനവധി പ്രസംഗകലയിലും
ഗാനാലാപത്തിലും സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിട്ടുള്ള നമ്മുടെ അഭിമാനം ടാനിയ ഗ്രേസ് ഗിരീഷ് ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നു. Glory be to the Father, to the Son, and to the Holy Spirit. Respected vicars, Chief Guest of the Day, Dr. M.O. John Achin, Honorable Trustee, Secretary, Office Bearers, and other dignitaries on the dais and among the audience, my beloved teachers, parents, and dear brothers and sisters, a very good morning to one and all. By thy light we see the light, Jesus full of light. Today is the 6th Sunday of the Great Lent, and in the Evangelion we read that the blind man receives sight. It is with great joy that I stand before you today on the blessed occasion of Kathalike Day or Sabadinam, as we come together to celebrate the rich heritage, unwavering faith, and divine grace of the Malankara Orthodox Church. Interestingly, this year we are also commemorating the 1700th anniversary of the First Council of Nicaea in AD 325. On the occasion of the Kathalike Day, we commemorate the freedom and sovereignty of the Malankara Orthodox Church. It is on this day that the Catholicate was relocated to Malankara in apostolic succession to St. Thomas on 15 September 1912. It is our prime responsibility to remember our forefathers, reaffirm and pray for the Catholicos, our diocesan metropolitan, all the members of the Holy Synod, clergy, and laity. As we gather to celebrate this sacred day, we are reminded of the immense responsibility that the office of the Catholicate holds within our church as a beacon of faith, leadership, and unity. It is through this leadership that our church has stayed strong throughout centuries, preserving the apostolic faith handed down to us by our Lord and Savior Jesus Christ, and by all the venerable saints and martyrs who have walked before us. Our church's roots in India run deep, thanks to the missionary work of St. Thomas the Apostle, who brought Christ's message to Kerala nearly 2,000 years ago. The apostolic succession ensures that the teachings of Christ, as handed down through the apostles, remain unbroken and unchanged, and we are privileged to be a part of this great tradition. As members of the Malankara Orthodox Church, we have a sacred duty to fulfill. We are called to be active participants in the life of the church, to contribute to its mission and to support its growth. Our duty is to serve one another, to bear witness to the gospel, and to build a church that is united in Christ's love. As a senior Sunday school student of the St. Thomas Orthodox Cathedral, Dubai, I take immense pride in being a member of this holy church that has remained steadfast in its commitment to true faith. On this day, I reaffirm my unwavering faith and loyalty to the Malankara Orthodox Church and its constitution. I assure you that I shall uphold its teachings, its sacraments, and its sacred traditions. As we look to the future of our beloved church, we can be filled with hope and optimism. The Malankara Orthodox Church is built on a foundation that is strong and unshakable, the love of Christ and the teachings of the apostles. With every passing generation, our faith grows stronger, and we are called to continue the work of those who have gone before us. The future of our church lies in the hands of all of us here today, the youth, the elders, and all those who are committed to the work of the gospel. Together, we will ensure that the light of Christ shines brightly in the world, and that the mission of the church continues to thrive for generations to come. On this Kathalike Day, let us commit ourselves to the work of the church, to the mission of Christ, and to serve one another. May the blessings of the Holy Trinity be upon us all, now and always. Matoma Slihira Simhasanam, Ninal Varte. Jai Jai Catholicos. Jai Jai Catholicos. Jai Catholicos. Jai Jai Catholicos. Jai Catholicos. Thank you, Tanya, for the deep faith you testified through your awesome address.
മലങ്കര സഭയുടെ വളരെ നിർണായകമായ കാലഘട്ടങ്ങളിൽ മലങ്കര മെത്രാപ്പൊലിത്തായോടൊപ്പം കൂട്ടു ട്രസ്റ്റിയായി പ്രവർത്തിച്ച് സുധീര നേതൃത്വം നൽകിയ വൈദിക ശ്രേഷ്ഠൻ. പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ കാലം ചെയ്ത് പുതിയ കാതോലിക്ക ചാർജ് എടുക്കുന്നത് വരെ സഭയുടെ ഏക ട്രസ്റ്റിയായി പ്രവർത്തിച്ച് ചരിത്രത്തിൽ ഇടം നേടിയ ധിഷണാശാലി, പകരം വയ്ക്കാനില്ലാത്ത സഭാചരിത്ര നിപുണൻ, മലങ്കരയുടെ ഈ ഗമാലിയേലിൻ്റെ വാക്കുകൾക്കായി ഉദ്വേഗപൂർവ്വം കാത്തിരിക്കുകയാണ് യുഎയിലെ സഭാമക്കൾ. സ്നേഹപൂർവ്വം ആദരപൂർവ്വം അദ്ദേഹത്തെ മുഖ്യ പ്രഭാഷണത്തിനായി ക്ഷണിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട അജു അച്ഛൻ, സഹവികാരി ജാക്സൺ അച്ഛൻ, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ട എബി അച്ഛൻ, ഉമ്മനച്ഛൻ, റോജനച്ഛൻ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം തോമസ് സാറ്, അതേപോലെ തന്നെ ഇടവകയുടെ ട്രസ്റ്റി, സെക്രട്ടറി, അസോസിയേഷൻ അംഗങ്ങൾ, കൗൺസിൽ അംഗങ്ങൾ, മലങ്കര അസോസിയേഷൻ അംഗങ്ങൾ, ഭദ്രാസന പ്രതിനിധികൾ തുടങ്ങി സഭാ സ്നേഹികളായ എല്ലാവർക്കും സ്നേഹ ആശംസകൾ. കർത്താവിൽ വാത്സല്യമുള്ളവരെ, വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ പല സംഭവങ്ങളിലൂടെയും നമ്മൾ കടന്നുപോയിട്ടുണ്ട്. നമ്മളുടെ പിതാക്കന്മാർ കടന്നുപോയിട്ടുണ്ട്. നമ്മളൊക്കെ ചെറുപ്പമായിരുന്നപ്പോൾ 10, 30, 40, 50, 60, 70, 80 വർഷങ്ങൾക്ക് മുമ്പ് ഈ കാതോലിക്ക ദിനം ഭംഗിയായി നാം ആചരിച്ചിട്ടുണ്ട്. അന്ന് നാട്ടിൽ റോഡുകളിലൂടെ, MC റോഡിലൂടെയും അല്ലാത്ത റോഡുകളിലൂടെയും പഞ്ചായത്ത് റോഡുകളിലൂടെയും ഒക്കെ ജയ് ജയ് കാതോലിക്കോസ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മലങ്കര സഭാ മക്കൾ കാതോലിക്ക ദിനം ആചരിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവാ തിരുമേനി, കുറിച്ചിയിലെ ബാവാ തിരുമേനി നമുക്കൊക്കെ അറിയാം. അദ്ദേഹം ഓരോ ഇടവകളിലും 1929 മുതൽ 64 വരെ 30 വർഷത്തിലധികം മലങ്കര സഭയെ നയിച്ച പുണ്യപിതാവാണ്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ കാതോലിക്ക ദിനത്തിന് ഇത്രമാത്രം പ്രാധാന്യം ഉണ്ടാവുകയും അത് ആചരിക്കണമെന്നുള്ളതായി ചിന്ത മനുഷ്യ മനസ്സിലേക്ക്, സഭാംഗങ്ങളുടെ മനസ്സിലേക്ക് വരികയും ചെയ്തു. അങ്ങനെയൊക്കെ കാതോലിക്ക ദിനം നമ്മൾ ആചരിച്ചിട്ടുണ്ട്. 113 വർഷങ്ങൾക്ക് മുമ്പ് കാതോലിക്കേറ്റ് സ്ഥാപിക്കുമ്പോൾ നിരണം പള്ളിയിൽ 1912 സെപ്റ്റംബർ മാസം 15-ാം തീയതി അല്ലെങ്കിൽ 12-ാം തീയതി ഞായറാഴ്ച കാതോലിക്ക ദിനം സ്ഥാപിച്ചുകൊണ്ട് പരിശുദ്ധ അബ്ദേദ് മിശിഹ പാത്രിയർക്കീസ് ബാവ അന്ന് 2 കൽപ്പനകൾ അതിനോടനുബന്ധിച്ച് പുറപ്പെടുവിക്കുകയുണ്ടായി. ആ കൽപ്പനയിലെ 1-2 ഭാഗങ്ങൾ ഞാനൊന്ന് വായിക്കാം. അബ്ദേദ് മിശിഹ പാത്രിയർക്കീസ് കാതോലിക്ക സ്ഥാപനത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ചതായ കൽപ്പന: സർവശക്തനും സാരാംശ സമ്പൂർണരുമായിരിക്കുന്ന നിത്യൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. അന്ത്യോക്യായുടെ ശ്ലൈഹിക സിംഹാസനത്തിൻ്റെ 2ാമത്തെ അബ്ദേദ് മിശിഹായാകുന്ന ഇഗ്നാത്തിയോസ് പാത്രിയർക്കീസ് മുദ്ര. അത് കഴിഞ്ഞ് പിന്നെ സല്യൂട്ടേഷനൊക്കെ സിഹിയോൻ മാളികയിൽ വെച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹാ തൻ്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകുകയും തൻ്റെ സാന്നിധ്യത്താൽ അവരുടെ ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുകയും ചെയ്തതായ ദൈവീക കൃപയും സ്വർഗീയ വാഴ്വും പരിശുദ്ധവും ആത്മീയവുമായ സമാധാനവും വിലയേറിയ തിരുരക്തത്താൽ വിലയ്ക്ക് കൊള്ളപ്പെട്ടവരും പരിശുദ്ധ മാമോദീസായാൽ മുദ്രകുത്തപ്പെട്ടവരും സത്യവിശ്വാസത്തിൽ അലങ്കൃതരും പത്രോസിനെടുത്ത പാറമേൽ സുസ്ഥിരരും ഏവെങ്കല്യോന്യവും പൈതൃകവുമായ കൽപ്പനകളെ അനുസരിക്കുന്നവരുമായ വാഴ്ത്തപ്പെട്ട പ്രധാനാചാര്യന്മാരും ആചാര്യന്മാരും വാത്സല്യ മക്കളുമായവരെ നിങ്ങൾക്ക് വാഴ്വ്. നിരണത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ പള്ളിയിൽ വെച്ച് മലങ്കരയിലെ മെത്രാപ്പൊലീത്തന്മാരുടെ തലവനായ ഗീവർഗീസ് മാർ ദീവന്നാസ്യോസ് മെത്രാപ്പൊലീത്തായോടും ശേഷം മേൽപ്പെട്ടക്കാരോടും ദേറായക്കാരോടും ഷമ്മാശന്മാരോടും വിശ്വാസികളുടെ വലിയ സമൂഹത്തോടും കൂടി മശിഹാകാലം 1912 കന്നിമാസം 12-ാം തീയതി ഞായറാഴ്ച സന്നിഹിതനായി നിങ്ങളുടെ അപേക്ഷാനുസരണം നമ്മളുടെ ആത്മീയ വാത്സല്യവാനായ ഈവാനിയോസിനെ ബസേലിയോസ് എന്ന നാമധേയത്തിൽ കിഴക്കിൻ്റെയും അതായത് ഇന്ത്യയിലും മറ്റുള്ള മാർത്തോമാസ്ലിയാട് സിംഹാസനത്തിൻ്റെ കാതോലിക്കയായി നാം പട്ടം കെട്ടിയിരിക്കുന്നു. തദവസരത്തിൽ എല്ലാ പിതാക്കന്മാരും ശേഷം ജനങ്ങളും ഓക്സിയോസ് ഓക്സിയോസ് ഓക്സിയോസ്
മോറോന്മാർ ബസേലിയോസ് കാതോലിക്ക യോഗ്യനും അർഹനുമാകുന്നുവെന്ന് ഏക സ്വരത്തിൽ അട്ടഹസിച്ചു പറഞ്ഞു. വിളിക്ക് യോഗ്യനായ പ്രകാരം അദ്ദേഹം കാതോലിക്കയായി ആഘോഷിക്കപ്പെടുകയും പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. നമ്മുടെ കർത്താവ് യേശു മിശിഹായാൽ പരിശുദ്ധ സ്ലീഹന്മാർക്ക് ദാനം ചെയ്തിട്ടുള്ളതുപോലെ ദിവന്നാസ്യോസ് അധ്യക്ഷനായിരിക്കുന്ന മലങ്കര അസോസിയേഷൻ അംഗങ്ങളുടെ ആലോചനയോടുകൂടി പരിശുദ്ധ സഭയുടെ ക്രമപാലനത്തിനാവശ്യമായ എല്ലാ ആത്മീയ വശങ്ങളും പൊതുവായി ശുശ്രൂഷിപ്പാൻ അദ്ദേഹത്തിന് പരിശുദ്ധ റൂഹായാൽ അധികാരം നൽകപ്പെട്ടു. അതായത് മെത്രാപ്പൊലിത്തന്മാരെയും എപ്പിസ്കോപ്പന്മാരെയും പട്ടം കെട്ടുവാനും പരിശുദ്ധ മൂറോൻ കൂദാശ ചെയ്യുവാനും ആത്മീയങ്ങളായ ശേഷമുള്ള എല്ലാ അംശങ്ങളെയും ശുശ്രൂഷിപ്പാനും തന്നെ. ഇപ്പോൾ ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ അവസരത്തിൽ പോളും അധ്യക്ഷ പ്രസംഗം നടത്തിയ അവസരത്തിൽ അജുവച്ചനുമൊക്കെ പറഞ്ഞു, മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമാണ് കാതോലിക്കേറ്റെന്ന്. മലങ്കര സഭയുടെ സ്വയം ശീർഷകത്വത്തിൻ്റെ പ്രതീകമാണ് കാതോലിക്കേറ്റെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. വർഷങ്ങൾക്ക് മുമ്പ് 113 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെയുള്ളതായ വാർത്താവിനിമയ സംവിധാനങ്ങളോ മറ്റ് യാതൊന്നുമോ യാത്രാ സൗകര്യങ്ങളോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ പിതാക്കന്മാർ നിരണം പള്ളിയിൽ ഒന്നിച്ചുകൂടി മലങ്കര സഭയ്ക്കൊരു കാതോലിക്കേറ്റുണ്ടാക്കി. ആ കാതോലിക്കേറ്റാണ് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായി, മലങ്കര സഭയുടെ സ്വയം ശീർഷകത്വത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്നത്. എന്തുകൊണ്ടാണിത് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമാണെന്ന് നമ്മൾ പറയുന്നത്? എന്തായിരുന്നു മലങ്കര സഭ അനുഭവിച്ച അസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? എന്ത് കാര്യമായിരുന്നു മലങ്കര സഭയ്ക്ക് സ്വയം ശീർഷകത്വം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് മലങ്കര സഭ വന്നു ചേർന്നത്? നമ്മളൊക്കെ പറയും അപ്പോസ്തലനായ മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകമാണ് നമുക്കുള്ളത്. പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായാണ് ഭാരതത്തിൽ സഭ സ്ഥാപിച്ചത്. പക്ഷെ എന്തുകൊണ്ട് ആ സഭ ഒരു അസ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നു? ലോകത്തിലുള്ള മറ്റ് അനേക ഓർത്തഡോക്സ് സഭകളുണ്ട്, 20ഓളം ഓർത്തഡോക്സ് സഭകളുണ്ട്. ആ ഓർത്തഡോക്സ് സഭകളൊക്കെ ഓരോ കാലഘട്ടത്തിൽ ദേശീയ സഭകളായിട്ട് സ്വതന്ത്ര സഭകളായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. അങ്ങനെയുള്ള ഒരു പ്രഖ്യാപനമാണ് 1912 മലങ്കരയിൽ നടക്കുന്നത്. മലങ്കര സഭ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമാണ് കാതോലിക്കേറ്റ് നാം പറയുമ്പോൾ അതിനു മുമ്പുണ്ടായിരുന്ന അസ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം എന്തായിരുന്നു? ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്, എല്ലാവരും വളരെ സ്നേഹാദരവോടുകൂടി കണ്ടിരുന്ന മലങ്കര മെത്രാപ്പൊലീത്തയായിരുന്ന വട്ടശ്ശേരി തിരുമേനിയെ പരിശുദ്ധ അബ്ദുള്ള പാത്രിർക്കീസ് ബാവ മുടക്കി. പാത്രിർക്കീസ് ബാവായ്ക്ക് വട്ടശ്ശേരി തിരുമേനിയെ മുടക്കുവാനുള്ള അധികാരം ഉണ്ടായിരുന്നു അന്ന്. പക്ഷെ ആ മുടക്ക് സ്വാഭാവിക നീതിക്ക് ചേർന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിലൊക്കെ വ്യവഹാരമുണ്ടായി. പക്ഷേ വട്ടശ്ശേരി തിരുമേനിയുടെ മുകളിൽ ഒരാളായിട്ട് പരിശുദ്ധ പാത്രിർക്കീസ് ബാവ ഉണ്ടായിരുന്നു. ആ അവസ്ഥയിൽ നിന്നാണ് സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥയിലേക്ക് സഭ വരേണ്ടത്. 1876 മുളന്തുരുത്തി സുന്നഹദോസ് നടക്കുന്നു. ആ മുളന്തുരുത്തി സുന്നഹദോസ് നടക്കുന്ന ഇടയിൽ സഭയിൽ പല രീതിയിലുള്ളതായ ചേരിതിരിവുകൾ ഉണ്ടായിരുന്നു. വടക്കെന്നും തെക്കെന്നുമുള്ളതായ അഭിപ്രായ വ്യത്യാസങ്ങൾ, അതേപോലെ തന്നെ നവീകരണ ആശയങ്ങൾ CMS മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതെല്ലാം മലങ്കരയിൽ നിലനിൽക്കുന്ന അവസരത്തിലാണ് 1876 മുളന്തുരുത്തി സുന്നഹദോസ് കൂടുന്നത്. പരിശുദ്ധ പത്രോസ് പാത്രിർക്കീസ് ബാവയാണ് മുളന്തുരുത്തി സുന്നഹദോസിൽ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത്. മലങ്കരയിലെ എല്ലാ പള്ളികളിൽ നിന്നും പ്രതിനിധികൾ ആ സുന്നഹദോസിൽ സംബന്ധിച്ചു. പരിശുദ്ധനായ പരിമല തിരുമേനി പാത്രിർക്കീസ് ബാവയുടെ സെക്രട്ടറി ആയിട്ട് റംബാനായിട്ട് ആ സുന്നഹദോസിലുണ്ടായിരുന്നു. പുലിക്കോട്ടിൽ ജോസഫ് ദിവന്നാസ്യോസ് തിരുമേനി ആ സുന്നഹദോസിൽ സംബന്ധിച്ചു. വട്ടശ്ശേരി തിരുമേനിയും മറ്റ് പിതാക്കന്മാരും ആ സുന്നഹദോസിൽ സംബന്ധിച്ചു. ആ സുന്നഹദോസ് എടുത്ത പ്രധാനപ്പെട്ട 1-2 തീരുമാനങ്ങൾ: ഒന്ന്, മലങ്കര സഭ പാത്രിർക്കീസ് ബാവയോടുള്ള ഭക്തി ആദരവുകൾ പുറപ്പെടുവിച്ചു. പാത്രിർക്കീസ് ബാവ പറഞ്ഞു, മലങ്കര മക്കൾ പാത്രിർക്കീസ് ബാവയുടെ സ്വന്തം മക്കളാണ്, പാത്രിർക്കീസ് ബാവയുടെ അധികാരത്തിന് കീഴിൽപ്പെട്ടവരാണ്. അപ്പോൾ നവീകരണ ഉപദേശങ്ങളൊക്കെ സഭയിൽ വരുന്നു. പള്ളികളോ ഇടവകളോ ആളുകളോ മെത്രാന്മാരോ ഒക്കെ നവീകരണ ഉപദേശങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതിന് തടയിടാൻ വേണ്ടി പാത്രിർക്കീസ് ബാവ നിർദ്ദേശിച്ചു, മലങ്കരയിലെ എല്ലാ പള്ളികളും ഒരു രജിസ്റ്റേർഡ് ഉടമ്പടി എഴുതി കൊടുത്ത്
ഇത് മുഴുവൻ പാത്രിയർക്കീസിൻ്റെ ആണെന്ന് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. രജിസ്റ്റേർഡ് ഉടമ്പടി മലങ്കരയിലെ പള്ളികളെല്ലാം എഴുതി കൊടുക്കുവാനായിട്ട് പരിശുദ്ധ പാത്രിയർക്കീസ് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ രജിസ്റ്റേർഡ് ഉടമ്പടി എഴുതി കൊടുക്കുക മാത്രമല്ല, ആ ഉടമ്പടിയെക്കുറിച്ചുള്ളതായ ഒരു ഡ്രാഫ്റ്റ് തന്നെ പാത്രിയർക്കീസ് ബാവ ഉണ്ടാക്കി അവിടെ സുന്നോദോസിൽ വായിക്കുകയും ആളുകളൊക്കെ അതനുസരിച്ച് ചെയ്യാമെന്ന് അവിടെ പ്രഖ്യാപിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് ഒരു രജിസ്റ്റേർഡ് ഉടമ്പടി എഴുതി കൊടുക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. അതേപോലെ തന്നെ മലങ്കര സഭയിലെ ഓരോ മെത്രാപ്പൊലിത്തന്മാരും പാത്രിയർക്കീസിൻ്റെ അധികാരത്തെ അനുസരിക്കുന്നതായ ഉടമ്പടികൾ എഴുതി കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടു. പാത്രിയർക്കീസിനെ അനുസരിക്കുന്നതായ ഉടമ്പടി പള്ളികൾ എഴുതി കൊടുക്കണമെന്ന് മാത്രമല്ല, പള്ളികളിൽ എഴുതി കൊടുക്കുന്നതോടൊപ്പം തന്നെ മെത്രാപ്പൊലിത്തന്മാരും അതുപോലുള്ളതായ ഉടമ്പടികൾ എഴുതി കൊടുക്കണമെന്ന് പാത്രിയർക്കീസ് ബാവ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ വരുന്ന അവസരത്തിൽ മലങ്കരയിലെ പള്ളികളും പള്ളിവക നിലം പുരയിടങ്ങളും എപ്പേർപ്പെട്ട സകല സാമാനങ്ങളും ഈ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ വകയാകുന്നു. പൂർവീക കാലം മുതലേ മലയാളത്തുള്ള സുറിയാനി പള്ളികളും പള്ളിവക നിലംപുരയിടങ്ങളും പൊൻവെള്ളി മുതലായ എപ്പേർപ്പെട്ട സകല സാമാനങ്ങളും മേലെഴുതിയ സിംഹാസനത്തിലെ സ്വന്തം വകയും അവിടുത്തെ പൂർണ്ണാധികാരത്തിന് കീഴിൽ അടങ്ങിയതായതുകൊണ്ട് മറ്റ് യാതൊരുത്തർക്കും യാതൊരു അവകാശവുമില്ല. മെത്രാന്മാരെയും പട്ടക്കാരെയും മറ്റുള്ള എല്ലാ സ്ഥാനികളെയും ആക്കുന്നതിനും നീക്കുന്നതിനുമുള്ള പൂർണ്ണാധികാരം പാത്രിയർക്കീസ് ബാവായ്ക്കാകുന്നു. ഇവിടെയാണ് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യമില്ലാതെയാകുന്നത്. നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള മലങ്കര സഭയിൽ സുന്നോദോസ് കൂടി, അസോസിയേഷൻ കൂടി, പാത്രിയർക്കീസ് ബാവയുടെ അധ്യക്ഷതയിൽ കൂടി, മലങ്കര മെത്രാപ്പൊലീത്തയുടെ സാന്നിധ്യത്തിൽ കൂടിയിട്ട് ഈ പള്ളികളും പള്ളിവക നിലം പുരയിടങ്ങളും എല്ലാം സിംഹാസനത്തിലെ സ്വന്തം വകയാണെന്ന് എഴുതി കൊടുക്കുവാനായിട്ട് പറഞ്ഞു. അസ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവമാണ്. അത് കഴിഞ്ഞിട്ട് നവീകരണക്കാരുമായിട്ടുള്ള കേസുണ്ടാകുമ്പോൾ റോയൽ കോടതിയിൽ വിധി ഉണ്ടാകുന്നു 1889. ആ വിധിയിൽ പ്രധാനമായിട്ടും 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, മലങ്കര സഭയുടെ പരമാധികാരി അന്ത്യോക്യ പാത്രിയർക്കീസ് ബാവയാണ്. ഇവിടെ ആരെങ്കിലും മെത്രാന്മാരെ നിയമിക്കണമെങ്കിൽ അവരെ അസോസിയേഷൻ തിരഞ്ഞെടുക്കണം. പാത്രിയർക്കീസിൽ നിന്നോ പാത്രിയർക്കീസ് നിയമിക്കുന്ന സ്ഥാനിയിൽ നിന്നോ അവർ പട്ടമേൽക്കണം. മലങ്കരയ്ക്ക് ആവശ്യമുള്ള മൂറോൻ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ കൂദാശ ചെയ്തു തരും. അത് മലങ്കരയിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ പള്ളികൾ കൂദാശ ചെയ്യുവാനും മാമോദീസ നടത്തുവാനും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കായിട്ടും പരിശുദ്ധ മൂറോൻ ഉപയോഗിക്കുവാൻ ആ മൂറോൻ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ നൽകും. ഈ ഒരു അവസ്ഥയിലാണ് 1876-ലും 1889-ലും 1900-ലും ഒക്കെ മലങ്കര സഭ നിൽക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പരിശുദ്ധനായ പരിമല തിരുമേനിക്കും അതിനോട് ചേർന്നുള്ളതായ മെത്രാപ്പൊലീത്തമാർക്ക് ഈവാനിയോസ് തിരുമേനിയൊക്കെ ഇപ്പോൾ കാതോലിക്കായ ആൾക്കും അതുപോലെയുള്ള ആളുകൾക്കൊക്കെ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ പട്ടം കൊടുക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പാത്രിയർക്കീസ് ബാവ മുളന്തുരുത്തിയിൽ വെച്ച് മൂറോൻ കൂദാശ നടത്തി മലങ്കരയ്ക്ക് നൽകിയത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പാത്രിയർക്കീസിൽ നിന്ന് പട്ടമേൽക്കുവാനായി വട്ടശ്ശേരി തിരുമേനി പാത്രിയർക്കീസ് ബാവയുടെ അടുക്കലേക്ക് പോകുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് വട്ടശ്ശേരി തിരുമേനിയോട് ഉടമ്പടി എഴുതി കൊടുക്കുവാനായിട്ട് പറഞ്ഞു. ഈ പറഞ്ഞതുപോലുള്ള ഉടമ്പടി താനും തൻ്റെ സഭയും ഇടവകയും പൂർണ്ണമായും പാത്രിയർക്കീസിൻ്റെ അധികാരത്തിന് കീഴ്പ്പെടുന്നതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉടമ്പടി എഴുതി കൊടുക്കുവാനായിട്ട് എഴുതപ്പെടുക. ബാബായും പുത്രനും ശുദ്ധമുള്ള റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ ബലഹീനനും പാപിയുമായ വട്ടശ്ശേരി ഗീവർഗീസ് ദേറോയ വിശ്വസ്തയോടെ എൻ്റെ മേൽ പൂർണ്ണ മനസ്സോടും സന്തോഷത്തോടും കൂടെ എഴുതി കൊടുക്കുന്ന ഉടമ്പടി എന്ന് പറഞ്ഞിട്ട് സ്ലീഹായ്ക്കടുത്ത വിശ്വാസത്തിനും അന്ത്യോക്യയുടെ ഇന്ത്യ, മലയാളം മുതലായ കിഴക്കൊക്കെയുടെയും സുറിയാനിക്കാരുടെ എത്രയും വളരെ പൂർവികമായിട്ടുള്ള പാത്രിയർക്കീസായ അന്ത്യോക്യയുടെ സ്ലീഹായ്ക്കടുത്ത സിംഹാസനത്തിന്മേൽ സ്ഥിരതയോടെ ഇരിക്കുന്ന പാത്രിയർക്കീസിനെ കീഴ്പ്പെടുന്നതാണ് അദ്ദേഹത്തിൻ്റെ കൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുകയില്ല എന്ന് പറയുന്ന ഉടമ്പടി എഴുതി കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു. വട്ടശ്ശേരി തിരുമേനി പറഞ്ഞു, ഇത് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റമാണ്. അപ്രകാരം ഉടമ്പടി എഴുതി കൊടുക്കുവാൻ സാധിക്കില്ല. പാത്രിയർക്കീസ് ബാവ വട്ടശ്ശേരി തിരുമേനിയെ മുടക്കി. അങ്ങനെ വലിയൊരു സാഹചര്യം മലങ്കര സഭയിൽ ഉണ്ടായിരിക്കുക. വട്ടശ്ശേരി തിരുമേനിയെ മുടക്കുന്നു എന്ന് കേട്ടപ്പോൾ പഴയ സെമിനാരി ചാപ്പലിൽ കുർബാന നടക്കുക. അന്ന് കുർബാന നടക്കുന്ന ആ കുർബാനയുടെ ഇടയിലാണ് പാത്രിയർക്കീസ് ബാവ അവിടെ കയറി വരുന്നു. വട്ടശ്ശേരി തിരുമേനിയും അവിടെ ഉണ്ട്. അവിടെ മുടക്ക് കൽപ്പന വായിക്കുമെന്നുള്ള ഒരവസ്ഥയായി.
പഴയ സെമിനാരി ചാപ്പലിൽ വളരെ സ്ഫോടകാത്മകമായ സ്ഥിതിവിശേഷം. അപ്പോഴേക്കും ജനങ്ങൾ അറിഞ്ഞു വട്ടശ്ശേരി തിരുമേനിയെ മുടക്കാൻ പോകുക. പരിശുദ്ധ പാത്രിക്കീസ് ബാവ പഴയ സെമിനാരി ചാപ്പലിലുണ്ട്, വട്ടശ്ശേരി തിരുമേനിയും പഴയ സെമിനാരി ചാപ്പലിലുണ്ട്, മറ്റു മെത്രാപ്പൊലിത്തന്മാരും ശീമയിൽ നിന്ന് വന്നിട്ടുള്ള റമ്പാന്മാരും ഒക്കെ ഉണ്ട്. ജനങ്ങൾ പഴയ സെമിനാരി ചാപ്പലിൽ കൂടി നിറഞ്ഞു. അപ്പോഴത്തേക്കും ഈ വാർത്ത അങ്ങോട്ട് അറിഞ്ഞു. കോട്ടയത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള ദേവാലയങ്ങളിൽ കുർബാന എളുപ്പം അവസാനിപ്പിച്ചിട്ട് ജനങ്ങളെല്ലാം പഴയ സെമിനാരിയിലേക്ക് വരിക. നിരണത്തു നിന്നും തിരുവല്ലായിൽ നിന്നും മാവേലിക്കരയിൽ നിന്നും ജനങ്ങൾ പഴയ സെമിനാരിയിലേക്ക് ഓടിയെത്തി. ആ നിർണായകമായ ഘട്ടത്തിൽ പരിശുദ്ധ പാത്രിക്കീസ് ബാവായുടെ അടുത്തേക്ക് ഒരു എഴുത്തെഴുതി കൊടുത്തു. അവിടെ നിന്ന് കോനാട്ട് മേൽപ്പാൻ, ഇപ്പോൾ കൽപ്പന വായിക്കരുത്, വായിച്ചാൽ ഇവിടെ വലിയ യുദ്ധക്കളമായി മാറുമെന്ന് പറഞ്ഞു. മലങ്കര നസ്രാണികൾ അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി സടകുടഞ്ഞ് എഴുന്നേറ്റതാണ്. വട്ടശ്ശേരി തിരുമേനിയെ മുടക്കിക്കൊണ്ടുള്ള കൽപ്പന അവിടെ വായിക്കാനായിട്ട് സാധിച്ചില്ല. കാരണം അത്രമാത്രം സഭാസ്നേഹമുള്ള നസ്രാണികൾ, നമ്മളുടെ പൂർവ്വപിതാക്കന്മാർ പഴയ സെമിനാരിയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. അങ്ങനെ നിർണായകമായൊരു സാഹചര്യത്തിലാണ് അടുത്ത മുറിയിൽ താമസിച്ചിരുന്ന വട്ടശ്ശേരി തിരുമേനിയുടെ പേർക്ക് ഈ മുടക്ക് കൽപ്പന രജിസ്റ്റർ ചെയ്ത് തപാലിൽ പോസ്റ്റിൽ അയച്ചത്. ആ മുടക്ക് കൽപ്പന വന്നു. ഇവിടെ ഒരു നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് നിൽക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ അവസരത്തിലാണ് സീനിയറായിട്ടുള്ള പാത്രിയർക്കീസ് അബ്ദേദ് മിശിഹ പാത്രിയർക്കീസ് ബാവ ഉണ്ടെന്നുള്ള വിവരം അറിയുന്നതും ഔഗേൻ ബാവ തിരുമേനി അതിനുവേണ്ട എഴുത്തുകുത്തുകൾ നടത്തുകയും അബ്ദേദ് മിശിഹ പാത്രിയർക്കീസ് മലങ്കരയിലെത്തുകയും ഇവിടെ കാതോലിക്കേറ്റ് സ്ഥാപിക്കുകയും ചെയ്തത്. ആ കാതോലിക്കേറ്റ് സ്ഥാപിക്കുമ്പോൾ മുറിമറ്റ ദീവാനിയോസ് തിരുമേനിയെ ഒന്നാമത്തെ കാതോലിക്കയായിട്ട് വാഴിക്കുന്നു. അപ്പോഴാണ് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിച്ചതായ സ്ഥാത്തിക്കോനിൽ പറയുന്നു, കാതോലിക്കായ്ക്ക് മെത്രാന്മാരെ വാഴിക്കുവാനുള്ള അവകാശമുണ്ട്. ആ അവകാശം മലങ്കര സഭയ്ക്ക് സിദ്ധിച്ചു. കാതോലിക്കായ്ക്ക് മൂറോൻ കൂദാശ ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇതുവരെയും മലങ്കരയിൽ നടന്നിട്ടില്ലാത്തതായ രീതിയിൽ പരിശുദ്ധ കാതോലിക്ക ബാവായ്ക്ക് എല്ലാ ആത്മീയ ശുശ്രൂഷകളും നിർവഹിക്കുവാനുള്ള അവസരം പരിശുദ്ധ കാതോലിക്ക സ്ഥാപനത്തോടുകൂടി വന്നു ചേരുകയാണ്. മെത്രാന്മാരെ വാഴിക്കാനും പള്ളികൾ കൂദാശ ചെയ്യുവാനും പരിശുദ്ധ മൂറോൻ കൂദാശ ചെയ്യുവാനും അങ്ങനെ എല്ലാ ആത്മീയമായ നൽവരങ്ങളും നിവർത്തിക്കുവാനുള്ള അധികാരം അബ്ദേദ് മിശിഹ പാത്രിയർക്കീസ് ബാവ കാതോലിക്ക വാഴ്ചയിലൂടെ പരിശുദ്ധ സഭയ്ക്ക് നൽകിയാണ്. നിങ്ങളുടെ ഇടയന്മാർ, പിന്നെയും അദ്ദേഹം എഴുതിയ രണ്ടാമത്തെ കൽപ്പനയിൽ പറയുന്നു, നിങ്ങളുടെ ഇടയന്മാർ, അതായത് കാതോലിക്കായും മെത്രാപ്പൊലിത്തന്മാരും നിങ്ങൾക്കുള്ള സകല ആവശ്യങ്ങളെയും നിവർത്തിക്കുമെന്ന് ഞാൻ ശരണപ്പെടുന്നു. കാതോലിക്ക മെത്രാന്മാരോടുകൂടെ നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാരുടെ കാനൂനുകൾക്കനുസരണമായിട്ട് നിങ്ങൾക്ക് മേൽപ്പെട്ടക്കാരെ വാഴിക്കുകയും വിശുദ്ധ മൂറോൻ കൂദാശ ചെയ്യുകയും ചെയ്യും. കാതോലിക്ക നിര്യാണം പ്രാപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിൽ ഒരു കാതോലിക്കായെ വാഴിക്കുവാൻ നിങ്ങളുടെ മെത്രാന്മാർക്ക് അധികാരവും അവകാശവുമുണ്ട്. ഇതാണ് സ്വയം ശീർഷകത്വം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കുറേ സമയം പറയാറുണ്ട്, മലങ്കര സഭയുടെ സ്വയം ശീർഷകത്വത്തിൻ്റെ പ്രതീകമാണ് കാതോലിക്കേറ്റ്. അതെ, കാതോലിക്ക നിര്യാതനാകുമ്പോൾ പകരം കാതോലിക്കായെ വാഴിക്കുവാൻ മലങ്കര സഭയ്ക്ക് അധികാരമുണ്ട്. അത് 1912 അങ്ങനെ വന്നുകൂടിയത്. കാതോലിക്ക സ്ഥാപനമുണ്ടാകുന്നത്. കാതോലിക്ക സ്ഥാപനത്തെക്കുറിച്ച് പറയുന്ന അവസരത്തിലും വേറെ 2-3 കാര്യങ്ങളോട് നാം ഓർത്തിരിക്കണം. മലങ്കര സഭയിൽ 1912 കാതോലിക്ക സ്ഥാപനമുണ്ടാവുന്നത്. ലോകത്തിൽ പുരാതനമായ സഭകളൊക്കെ ഉണ്ട്. 325 നിഖ്യാ സുന്നഹദോസ് കൂടുന്നു. ആ നിഖ്യാ സുന്നഹദോസിൽ വെച്ചാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലുള്ളതായ മെത്രാന്മാർക്ക് പ്രധാന അധികാരങ്ങൾ നൽകുന്നത്. 325 നിഖ്യാ സുന്നഹദോസ് കുസ്തന്തീനോസ് രാജാവ് വിളിച്ചു കൂട്ടുന്നത്. അതിനു മുമ്പ് സഭയ്ക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു, പീഡകളായിരുന്നു. 1, 2, 3 നൂറ്റാണ്ടുകളിലൊക്കെ സഭയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടായപ്പോൾ കൂടിയ ആദ്യത്തെ സുന്നഹദോസാണ് 325 കൂടിയ ഒന്നാമത്തെ സാർവത്രിക സുന്നഹദോസ് എന്നറിയപ്പെടുന്നത്. ആ സുന്നഹദോസിൽ വെച്ചാണ് റോം, അലക്സാണ്ട്രിയ, അന്ത്യോക്യ
തുടങ്ങിയ 3 പ്രധാനപ്പെട്ട മെത്രാപ്പൊലിത്തന്മാർക്ക്, ബിഷപ്പന്മാർക്ക്, പ്രദേശങ്ങളിലെ ബിഷപ്പന്മാർക്ക് പ്രധാന അധികാര സ്ഥാനങ്ങൾ നൽകിയത്. നിഖ്യാ സിനോദോസിൻ്റെ 6ാമത്തെ കാനൂനിൽ പറയുന്നുണ്ട്, അലക്സാന്ദ്രിയയ്ക്ക് അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ അധികാരങ്ങൾ ഉണ്ടായിരിക്കണം. റോമിലെ ബിഷപ്പിനും അത് തന്നെയാണ് പതിവ്. അതുപോലെ തന്നെ അന്ത്യോക്യയിലെ ബിഷപ്പിന് അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ അധികാരം ഉണ്ടായിരിക്കണം. 325 റോമിലും അന്ത്യോക്യയും അലക്സാന്ദ്രിയയും പാത്രിക്കാ സ്ഥാനങ്ങളായി ഉയരുന്നത്. 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും ഒന്നും അതില്ല. അവിടെ ബിഷപ്പന്മാരുണ്ടായിരുന്നു, അവർക്ക് അവരുടേതായ അധികാരങ്ങളുണ്ടായിരുന്നു. ചുറ്റുമുള്ള പ്രദേശങ്ങളിലൊക്കെ അവർ ഭരണം നടത്തിക്കൊണ്ടിരുന്നു. അതിനെ ഒഫീഷ്യലായിട്ടൊരു സുന്നോദോസ് കൂടി അംഗീകരിക്കുന്നത് 325 നിഖ്യാ സുന്നോദോസാണ്. അത് കഴിഞ്ഞ് 381 കുസ്തന്തീനോപ്പോലീസിലെ സുന്നോദോസ് കൂടുമ്പോൾ കുസ്തന്തീനോപ്പോലീസിലെ പാത്രിക്കീസിന് പ്രധാന അധികാരങ്ങൾ നൽകുന്നു. അപ്പോൾ 381 ആയപ്പോൾ 4 പാത്രിക്കാ സ്ഥാനങ്ങളാകുന്നു: റോം, കുസ്തന്തീനോപ്പോലീസ്, അലക്സാന്ദ്രിയ, അന്ത്യോക്യ. അത് കഴിയുന്നുണ്ട് 451 കൽക്കദോന സുന്നോദോസ് വരുന്നു. ആ സുന്നോദോസ് യെരുശലേമിന് പാത്രിക്കാ സ്ഥാനം നൽകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, അന്ത്യോക്യയെക്കാട്ടിൽ മുമ്പിൽ വിശ്വാസം സ്ഥാപിച്ച സ്ഥലമാണ്. റോമിനേക്കാൾ മുമ്പ് കർത്താവ് പിറന്ന് വീണ് പ്രവർത്തിച്ച സ്ഥലമാണ് യെരുശലേം. പക്ഷേ ആ പ്രദേശത്തൊരു പാത്രിയർക്കീസ് ഉണ്ടാകുന്നത് 451 ശേഷം മാത്രമാണ്. കുസ്തന്തീനോപ്പോലീസിലെ പാത്രിയർക്കീസിൻ്റെ നേതൃത്വത്തിലാണ് 9-ാം നൂറ്റാണ്ടിൽ റഷ്യയിലേക്ക് സുവിശേഷം അറിയിക്കാൻ പോകുന്നത്. അവിടെ സഭ സ്ഥാപിക്കുന്നു. അവിടെയും പാത്രിയർക്കാ സ്ഥാനം ഉണ്ടാകുന്നത് 1589 മാത്രമാണ്. ആ പ്രദേശത്തുള്ള സഭ സ്വയം ശീർഷകത്വമുള്ള സഭയായി മാറുന്നത്. റുമേനിയയിൽ 4-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ക്രൈസ്തവ സഭയുണ്ടായിരുന്നു. ആ സഭ സ്വയം ശീർഷകത്വമുള്ളതായി മാറുന്നത് 1872 ജോർജിയയിൽ 1-ാം നൂറ്റാണ്ട് മുതൽ സഭയുണ്ടായിരുന്നു. പക്ഷേ 1996 മാത്രമാണ് അവിടെ ഒരു കാതോലിക്കോറ്റ് അല്ലെങ്കിൽ പാത്രിയർക്കീസ് ഉണ്ടാകുന്നത്. എത്യോപ്യയിൽ 1-ാം നൂറ്റാണ്ട് മുതലേ സഭയുണ്ട്. കോപ്റ്റി പാത്രിയർക്കീസ് ആയിരുന്നു എത്യോപ്യയിലേക്ക് സഭാ ബിഷപ്പന്മാരെ, മെത്രാന്മാരെ വാഴിച്ചുകൊണ്ടിരുന്നത്. 1959 എത്യോപ്യ സ്വയം ശീർഷകത്വമുള്ള സഭയായി മാറുന്നത്. എത്യോപ്യൻ സഭയുടെ ഭാഗമായിരുന്ന എറിത്രിയൻ സഭ 1994 സ്വയം ശീർഷകത്വമുള്ള സഭയായി മാറുന്നത്. സ്വയം ശീർഷകത്വം എന്ന് പറയുന്നതും ഒട്ടോസെഫാലിയ എന്ന് പറയുന്നത് അത് ഓരോ പ്രദേശത്തുമുള്ള സഭകളുടെ ചരിത്രത്തിൽ ഉണ്ടാകുന്ന ഒരു വളർച്ചയാണ്. അതാണ് 1912 മലങ്കരയിൽ സാധിച്ചത്. നൂറ്റാണ്ടുകളായിട്ട് മലങ്കര സഭയ്ക്ക് ചരിത്രമുണ്ട്. ഇവിടെ പിതാക്കന്മാരുണ്ടായിരുന്നു. മാർത്തോമാ ശ്ലീഹ വന്നു, സുവിശേഷം അറിയിച്ചു. 4 ബ്രാഹ്മണ കുടുംബങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനികളെയാക്കി. പകലോ മറ്റും കുടുംബത്തിലുള്ള ആളുകൾക്ക് പ്രധാന അധികാരങ്ങളൊക്കെ നൽകി. പുരോഹിതന്മാരൊക്കെ ഉണ്ടായിരുന്നു. 7 പള്ളികൾ സ്ഥാപിച്ചു. ആ പള്ളികൾക്കൊക്കെ ബിഷപ്പന്മാരെയും പുരോഹിതന്മാരെയും ഒക്കെ നൽകി. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുക. പുത്തങ്കാവിൽ കബറടങ്ങിയിരിക്കുന്ന 8ാം മലങ്കര മെത്രാപ്പൊലിത്തായ മാർത്തോമാ 8 എന്ന് പറയുന്നയാള് 1812 അദ്ദേഹം മലങ്കര മെത്രാപ്പൊലിത്തയായിരുന്നു. അദ്ദേഹമാണ് പുത്തങ്കാവിൽ കബറടങ്ങി കാലം ചെയ്തിരിക്കുന്ന ഒരു മെത്രാപ്പൊലിത്ത. അദ്ദേഹത്തിൻ്റെ പേർക്ക് അന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 20 ചോദ്യങ്ങൾ എഴുതി അയച്ചു. മലങ്കര സഭയെ സംബന്ധിച്ച്, മലങ്കര സഭയുടെ ചരിത്രം, മലങ്കര സഭയുടെ വിശ്വാസം, ആചാരാനുഷ്ഠാനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചു. ഈ മാർത്തോമാ 8 അതിന് വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട്. ആ മറുപടിയിൽ 20ാമത്തെ ചോദ്യം, ഏറ്റവും അവസാനത്തെ ചോദ്യം മലങ്കര സഭയുടെ ഭരണത്തെ സംബന്ധിച്ചുള്ളായിരുന്നു. അദ്ദേഹം പറയുന്നത് 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഇവിടെ സഭയുണ്ട്. 345 മുതൽ AD 345 മുതൽ ഏകദേശം 1300 വർഷക്കാലം മലങ്കര സഭയെ നയിച്ചു കൊണ്ടിരുന്നത്, അതായത് 1653 കൂനംകുരിശ് സത്യം വരെ മലങ്കര സഭയെ നയിച്ചു കൊണ്ടിരുന്നത് പകലോമറ്റം കുടുംബത്തിൽപ്പെട്ട ആർക്കദിയാക്കോന്മാരായിരുന്നു. പൂർവികമായ സഭയാണ്. 345 മുതൽ 1300 വർഷം മലങ്കര സഭയെ നയിച്ചു കൊണ്ടിരുന്നത് പകലോമറ്റത്തെ ആർക്കദിയാക്കോന്മാരായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഭവനത്തിൽ നിന്ന് തന്നെ, ആ കുടുംബത്തിൽ നിന്ന് തന്നെ മെത്രാന്മാരുണ്ടാകുന്നു. മാർത്തോമാ 1-ാമൻ, 2-ാമൻ, 3-ാമൻ, അങ്ങനെ 8-ാമൻ, 9-ാമൻ വരെ
ആളുകൾ മെത്രാപ്പൊലിത്തന്മാരെ വാഴിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ മലങ്കര സഭയിൽ ഉണ്ടായിരുന്ന ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് മലങ്കര മെത്രാപ്പൊലിത്തന്മാരുടെ ഭരണ തുടർച്ച ഉണ്ടായിരുന്നു. മെത്രാന്മാരായി വട്ടശ്ശേരി തിരുമേനി മലങ്കര മെത്രാപ്പൊലിത്തയായിട്ടുണ്ടാവുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് 1912 കാതോലിക്കേറ്റ് സ്ഥാപിതമാകുന്നത്. ഇന്ന് 113 വർഷങ്ങൾ കഴിഞ്ഞു. കാതോലിക്കേറ്റ് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും മലങ്കര സഭയുടെ പൈതൃകത്തിൻ്റെയും മലങ്കര സഭയുടെ സ്വയം ശീർഷകത്വത്തിൻ്റെയും പ്രതീകമായി നിലകൊള്ളുന്നു. ആ കാതോലിക്കേറ്റിനുള്ള ഭക്തിയും ആദരവും പ്രകടിപ്പിക്കുവാനായി ഒന്നിച്ചു കൂടുവാൻ ഇന്ന് നമുക്ക് സാധിച്ചത് വലിയ സന്തോഷമായും അനുഗ്രഹകരമായും കണക്കാക്കണം. ഈ അവസരത്തിൽ എന്നെ ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ച ബഹുമാനപ്പെട്ട വികാരി അച്ഛനോടും ട്രസ്റ്റിയോടും സെക്രട്ടറിയോടും ഇടവകയുടെ ചുമതലക്കാരെല്ലാവരോടും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ ഞാൻ വിശുദ്ധ കുർബാനയുടെ സമയത്ത് പറഞ്ഞതുപോലെ തന്നെ മലങ്കര സഭയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടവകയാണ് സെൻറ്റ് തോമസ് ഇടവക, ദുബായ് സെൻറ്റ് തോമസ് ഇടവക. ഈ വലിയ കത്തീഡ്രൽ ഇടവകയിൽ നിന്ന് നിങ്ങൾ തരുന്നതായ എല്ലാ സ്നേഹാദരവുകൾക്കും സഭയുടെ പേരിൽ, സഭയുടെ ഒരു എളിയ പ്രവർത്തനം എന്നുള്ള നിലയിൽ എല്ലാവിധമായ നന്ദിയും എല്ലാവിധമായ സ്നേഹവും നിങ്ങളെ അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വരുന്നതായ ദിവസങ്ങളിൽ നടക്കുന്ന ശുശ്രൂഷകളൊക്കെ അനുഗ്രഹകരമാവട്ടെ. ഞാൻ ആലോചിക്കായിരുന്നു, ഇത്രയും ചൂടൊക്കെ ആണെങ്കിൽ ഇനിയും വെള്ളിയാഴ്ചയൊക്കെ എങ്ങനെയായിരിക്കും നമുക്ക് ശുശ്രൂഷകൾ ഇവിടെ നിർവഹിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതൊക്കെ ഓവർകം ചെയ്യുവാൻ ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് ശക്തിയും ആരോഗ്യവും ധൈര്യവും നൽകും. ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. പരിശുദ്ധ കാതോലിക്ക സിംഹാസനം നീണാൽ വാഴട്ടെ. നമ്മുടെ സ്വാതന്ത്ര്യം എന്നും സംരക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവം തമ്പുരാൻ അദൃശ്യമായ തൻ്റെ വലതുകരം നീട്ടി പരിശുദ്ധ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളാൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you, respected Dr. M.O. Jonathan, for the awe-inspiring words. Now we would like to take this opportunity to honor Reverend Dr. Father M.O. John. ബഹുമാനപ്പെട്ട M.O. ജോൺ അച്ഛനെ ആദരിക്കുന്ന ചടങ്ങാണ് അടുത്തത്. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള അനുമോദനവും ആദരവും പൊന്നാട അണിയിച്ചുകൊണ്ട് ഇപ്പോൾ നിർവഹിക്കപ്പെടുന്നതാണ്. ബഹുമാനപ്പെട്ട ട്രസ്റ്റി ശ്രീ P.A. എബ്രഹാം പുത്താൻമണ്ണയിൽ പൊന്നാട ബഹുമാനപ്പെട്ട വികാരിക്കും ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് വികാരി ബഹുമാനപ്പെട്ട ജാക്സണും ജോണച്ചനും കൈമാറുന്നതും അത് അദ്ദേഹത്തെ അണിയിക്കുന്നതുമാണ്. പത്രപ്രവർത്തന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും നിസ്തുലമായ സംഭാവനകൾ നൽകിയിട്ടുള്ള സെമിനാരി പ്രൊഫസർ കൂടിയായ ബഹുമാനപ്പെട്ട അച്ഛന് എല്ലാ ഭാവുകങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്. മലങ്കരയുടെ മണിത്തേരിൽ, മലങ്കരയുടെ മാറ്റൊലിയായി, മലങ്കരയുടെ മാണിക്യമായി, മലങ്കരയുടെ മണിദീപമായി, മലങ്കരയുടെ മഹായിടയത്വം പേറുന്ന വാക്കാണ് കാതോലിക്കേറ്റ്. ഇന്ന് കാതോലിക്ക ദിനാഘോഷം ഇന്ന് ദുബായിൽ നടത്തപ്പെടുകയാണ്. നമ്മൾ ഈ സമ്മേളനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. പരിശുദ്ധ സഭയോടും അതിനെ നയിക്കുന്ന പരിശുദ്ധ സിനോദോസിനോടും അതിൻ്റെ തലവനും പൗരസ്ത്യ കാതോലിക്കായും പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ 92ാമത് പിൻഗാമിയും 22ാമത് മലങ്കര മെത്രാപ്പൊലീത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനിയോടുമുള്ള കൂറും ഭയഭക്തി ബഹുമാനാദരവുകളും പ്രകടമാക്കുന്ന കാതോലിക്ക മംഗളഗാനം ഇപ്പോൾ കൊയർ അംഗങ്ങൾ ചേർന്ന് ആലപിക്കുന്നു. എല്ലാവരും സ്വസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. കാതോലിക്ക മംഗളഗാനം. ഓരോ അറിയിപ്പ് ദയവേത് ശ്രദ്ധിക്കണം. അടുത്തത് വോട്ട് ഓഫ് താങ്ക്സ് ആണ്. നമ്മുടെ പ്രിയങ്കരനായ ജോയിൻറ്റ് സെക്രട്ടറി അർപ്പണബോധവും കർമ്മകുശലതയും കൈമുതലുള്ള ശ്രേഷ്ഠ വ്യക്തിത്വത്തിനുടമയായ ഇടവയുടെ ഓണററി ജോയിൻറ്റ് ട്രസ്റ്റി സെക്രട്ടറി ശ്രീ മനോജ് തോമസ് ഇപ്പോൾ കൃതജ്ഞത അർപ്പിക്കുന്നു. അതിനുശേഷം മംഗളഗാനം പാടുന്നതാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ എത്രയും ബഹുമാന്യനായ അജു എബ്രഹാം
ഇന്നത്തെ മുഖ്യ പ്രഭാഷണം കൊണ്ട് നമ്മെ ധന്യമാക്കിയ മലങ്കരയുടെ പ്രവാചക ശബ്ദം ബഹുമാന്യനായ ഡോക്ടർ എം.ഒ. ജോണച്ചൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വന്യ വൈദിക ശ്രേഷ്ഠരെ, വിശിഷ്ട വ്യക്തികളെ, ഈ വൈകിയ വേളയിൽ ധാരാളമായ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ചടങ്ങുകളുടെ ഔപചാരികത എന്ന നിലയിൽ ചുരുക്കം വാക്കുകളിൽ ഇന്ന് വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി കരയേറ്റുവാനായി ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ കരുണയാൽ ഇന്നത്തെ ദിവസം കാതോലിക്കേറ്റിൻ്റെ പ്രൗഢോജ്വലമായ ഈ ദിനത്തിൽ നമുക്ക് സന്തോഷത്തോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്വാതന്ത്ര്യത്തിൻ്റെ ദിനം നമുക്ക് ആഘോഷിക്കുവാനും സാധിച്ചതിൽ പരമകാരുണ്യവാനായ ദൈവത്തിന് നന്ദി കരയേറ്റിക്കൊണ്ട് ഇന്നത്തെ ചടങ്ങിന് അധ്യക്ഷം വഹിച്ച ഇടവകയുടെ വികാരി ബഹുമാന്യനായ അജു എബ്രഹാം അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. മലങ്കര സഭയ്ക്ക് ഇന്ന് പകരം വെക്കാനില്ലാത്ത അമരക്കാരനായി വാക്കുകൾ കൊണ്ട്, സ്ഫടികം തുളുമ്പുന്ന വാക്കുകൾ കൊണ്ട് നമ്മെ ധന്യമാക്കുന്ന മലങ്കര സഭയുടെ പ്രവാചക ശബ്ദം ബഹുമാന്യനായ ഡോക്ടർ എം.ഒ. ജോണച്ചൻ തൻ്റെ കർമ്മ മേഖലയിൽ കൂടുതൽ ദീർഘായുസോടുകൂടി പ്രവർത്തിക്കാൻ സർവശക്തനായ തമ്പുരാൻ എല്ലാ കൃപയും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഇന്നത്തെ ചടങ്ങിന് എത്തിച്ചേർന്നതിലുള്ള നന്ദിയും കൃതജ്ഞതയും ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ഇന്നത്തെ ചടങ്ങിന് നമ്മുടെ സാന്നിധ്യം കൊണ്ട് അലങ്കരിച്ച എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഒറ്റ വാക്കിൽ നന്ദി കരയേറ്റിക്കൊള്ളുന്നു. ഇടവകയുടെ ഓഫീസ് ബേഴ്സ്, അതോടൊപ്പം തന്നെ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗം, ഭദ്രാസന കൗൺസിൽ അംഗം, സഭയുടെ അസോസിയേഷൻ മെമ്പേഴ്സ്, അസംബ്ലി മെമ്പേഴ്സ്, ഇതിലുമൊക്കെ ഉപരിയായി ക്ഷമയോടുകൂടി ഇന്നത്തെ ദിനത്തിൽ ഇവിടെ ഇത്രയും നേരം മലങ്കര സഭയ്ക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിച്ച സമയത്തിനെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിനത്തിൻ്റെ എല്ലാവിധമായ ക്രമീകരണങ്ങൾക്കും ചുക്കാൻ പിടിച്ച ഇടവകയുടെ എല്ലാ പ്രവർത്തകരെയും ഒറ്റ വാക്കിൽ നന്ദി കരയേറ്റിക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ മികച്ച രീതിയിൽ ഇന്നത്തെ ചടങ്ങിനെ എല്ലാ രീതിയിലും അവതരണം കൊണ്ട് ധന്യമാക്കിയ ബഹുമാന്യനായ ബാബു കുര്യൻ സാറിനോടും അതോടൊപ്പം തന്നെ ഇടവകയുടെ കൊയറിനോടും എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി കരയേറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. Thank you, Sri Manoj, for your inspiring words. മലങ്കരയുടെ നാമം കേൾക്കുന്ന മാതയിൽ നമ്മുടെ അന്തരംഗം അഭിമാനപൂരിതമാകട്ടെ. കാതോലിക്കേറ്റ് എന്ന് കേൾക്കുമ്പോൾ സിരകളിലൂടെ ഒഴുകുന്ന ചോര തിളയ്ക്കട്ടെ. കാതോലിക്കേറ്റ് മംഗളഗാനത്തിനായി കൊയറിനെ ക്ഷണിക്കുന്നു. കിഴക്കിൻ്റെയൊക്കെയും വന്യ കാതോലിക്ക ആമോദമായി വാഴ്ക വീണ നസറായനാമീശു ശിഷ്യർക്കു നൽകിയ അതിശ്രേഷ്ഠാചാര്യത്വം നൂറ്റാണ്ടുകൾ കൈമറിഞ്ഞെത്തി ഈ വന്യ പിതാവിന ദീപം കൊളുത്തിനി ആയിരമാ ദീപം കൊളുത്തിനി ആയിരമാ പട്ടിണി പാവങ്ങൾക്കെന്നും തുണയായി രോഗികൾ ദുഃഖിത കാലംബമായി പതിനായിരങ്ങൾക്ക് മക്കൾക്കിടയന ഐശ്വര്യ സമ്പൂർണനായി വാഴ്ക ഐശ്വര്യ സമ്പൂർണനായി വാഴ്ക മാർത്തോമാ സിംഹാസനത്തിൽ ആരൂഢനാകും പിതാവേ കിഴക്കിൻ്റെയൊക്കെ വന്യ കാതോലിക്ക ആമോദമായി വാഴ്ക വീണ ആമോദമായി വാഴ്ക വീണ ആമോദമായി വാഴ്ക വീണ. കാതോലിക്ക ദിനത്തിൻ്റെതായിരിക്കുന്ന ഈ സമ്മേളനം ഇവിടെ അവസാനിക്കുകയാണ്. 6 ലൈനായിട്ട് കൈമുത്താനായിട്ട് വരാം. കൈമുത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കാതോലിക്ക ദിന റാലിക്ക് വേണ്ടി അതിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് വേഗം ലൈനപ്പ് ചെയ്യണം.
1 മണിക്ക് തന്നെ നമുക്ക് മെൽത്തോ ദാലോഹോ ബൈബിൾ ക്വിസ് ആരംഭിക്കേണ്ടതുള്ളതുകൊണ്ട് സമയം നമ്മൾ ആ രീതിയിൽ പ്രയോജനം അനുപമമായ, അതുല്യമായ, ആവേശകരമായ, അഭിമാനകരമായ, അനുഗ്രഹപ്രദമായ കാതോലിക്കേറ്റ് റാലി ഉടൻ തന്നെ ആരംഭിക്കുകയാണ്. ഈ കൈമുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ റാലി ഇവിടെ അരങ്ങേറുകയാണ്. എല്ലാവരും അതിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. കാതോലിക്ക ദിനത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് മധുരം